ആകാശവാണി വാർത്താവീക്ഷണം. ഇന്ത്യ യൂറോപ്പ്, ഇന്ത്യ US ബന്ധങ്ങൾക്ക് പുതുമാനം നൽകി പ്രധാനമന്ത്രിയുടെ ദ്വിരാഷ്ട്ര സന്ദർശനം. തയ്യാറാക്കിയത് KC അനിൽകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. അവതരണം നിരഞ്ജന. ഇന്ത്യയുടെ വിദേശനയ ലക്ഷ്യങ്ങൾക്ക് പുതിയ ഊർജം പകരുന്നതിനും യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള ഉഭയകക്ഷി സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ഫ്രാൻസ് സ്ലൊവാക്യ സന്ദർശനം നിർണായകമായി. വിവിധ മേഖലകളിലെ സഹകരണം വിപുലീകരിക്കുന്നതിനും തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കുന്നതിനും സന്ദർശനം വഴിയൊരുക്കി. ഫ്രാൻസിൽ നടന്ന ഉന്നതതല കൂടിക്കാഴ്ചകളിൽ ആണവോർജ വികസനത്തിനും ബഹിരാകാശ ഗവേഷണത്തിനുമായിരുന്നു മുൻഗണന. സെമി കണ്ടക്ടറുകൾ, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, സൈബർ സുരക്ഷ, നിർണായക ധാതുക്കൾ എന്നിവയ്ക്കാണ് ഇതിൽ പ്രത്യേക ശ്രദ്ധ നൽകിയത്. ഫ്രാൻസിലെ ഏവിയനിൽ നടന്ന 3 ദിവസത്തെ G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പങ്കാളിത്തമാണ് യൂറോപ്യൻ സന്ദർശനത്തിൽ സുപ്രധാന ദൗത്യം. ഇന്ത്യ പങ്കെടുത്ത 13ാമത് G7 ഉച്ചകോടിയാണിത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടർച്ചയായ 7ാം തവണയാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ഊർജം, ഭക്ഷ്യവിഭവം, ആരോഗ്യം, സൈബർ, സാമ്പത്തിക സുരക്ഷ എന്നിവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ഈ ലോകത്ത് മനുഷ്യരാശിയുടെ പുരോഗതിക്കും ഐശ്വര്യത്തിനും അന്താരാഷ്ട്ര പങ്കാളിത്തം അനിവാര്യമാണെന്ന് ഔട്ട്റീച്ച് സെഷനിൽ ഇടപെട്ട് പ്രധാനമന്ത്രി വ്യക്തമാക്കി. മനുഷ്യത്വത്തിനാണ് ഇന്ത്യ എപ്പോഴും പ്രഥമ പരിഗണന നൽകിയിട്ടുള്ളതെന്നും രാജ്യത്തിന്റെ എല്ലാ ശ്രമങ്ങളും ഈയൊരു ചിന്തയിലാണ് അധിഷ്ഠിതമായിരിക്കുന്നതെന്നും അന്താരാഷ്ട്ര സഹകരണത്തിൽ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു. അന്താരാഷ്ട്ര നിയമങ്ങളെ മാനിക്കാതിരിക്കുന്നതാണ് ആഗോള ഐക്യത്തിന് ഏറ്റവും വലിയ തടസ്സമെന്നും ഇതിനാണ് ആദ്യമായി പരിഹാരം കാണേണ്ടതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഉഭയകക്ഷി കൂടിക്കാഴ്ചയിലായിരുന്നു എല്ലാവരുടെയും കണ്ണുകൾ. വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണത്തെക്കുറിച്ച് ഇരു നേതാക്കളും വിശദമായി സംസാരിച്ചു. പ്രതിരോധം, തന്ത്രപ്രധാന സാങ്കേതിക വിദ്യകൾ, ഊർജ്ജമേഖല, ഉഭയകക്ഷി വ്യാപാരം, നിർമ്മിത ബുദ്ധി, ആഗോള സുരക്ഷാ വെല്ലുവിളികൾ തുടങ്ങിയ പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളും ചർച്ചകളിൽ ഇടം പിടിച്ചു. സങ്കീർണമായ ആഗോള വെല്ലുവിളികൾ നേരിടാൻ ഇന്ത്യയെ ഒരു പ്രധാന ശക്തിയായി ലോകരാജ്യങ്ങൾ കാണുന്ന സാഹചര്യത്തിൽ കൂടിക്കാഴ്ച ഏറെ നിർണായകമായിരുന്നു. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്താൻ ഇന്ത്യയും അമേരിക്കയും ധാരണയായി. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ അവസാനിപ്പിക്കാനും മേഖലയിൽ സ്ഥിരത പുനഃസ്ഥാപിക്കാനും US പ്രസിഡന്റ് സ്വീകരിച്ച നയതന്ത്ര ശ്രമങ്ങളെ നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ആഗോള വ്യാപാരത്തിന് അതീവ പ്രാധാന്യമുള്ള ഹോർമൂസ് കടലിടുക്കിലൂടെ തടസ്സമില്ലാതെ കപ്പൽ ഗതാഗതവും നാവികരുടെ സുരക്ഷയും ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇന്ത്യ US കോമ്പാക്ട് പദ്ധതിയുടെ പുരോഗതി ഇരു നേതാക്കളും വിലയിരുത്തി. ഇന്ത്യക്കും അമേരിക്കയ്ക്കും ഒരുപോലെ പ്രയോജനകരമായ ഉഭയകക്ഷി വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അവസാന ഘട്ടത്തിലാണെന്ന് കൂടിക്കാഴ്ചയിൽ വിലയിരുത്തി. ആഗോള സമാധാനം, സുരക്ഷ, വികസനം, പരിസ്ഥിതി സുസ്ഥിരത എന്നിവയ്ക്കായി ഇന്ത്യ നൽകുന്ന സംഭാവനകൾക്കുള്ള അംഗീകാരമാണ് G7 ഉച്ചകോടികളിലെ രാജ്യത്തിന്റെ തുടർച്ചയായ പങ്കാളിത്തം. അന്താരാഷ്ട്ര സഹകരണം, സാമ്പത്തിക വളർച്ച, നിർമ്മിത ബുദ്ധിയുടെ വിന്യാസം തുടങ്ങിയ വിഷയങ്ങളിൽ G7 നേതാക്കളുമായും പങ്കാളി രാജ്യങ്ങളുടെയും അന്താരാഷ്ട്ര സംഘടനകളുടെയും പ്രതിനിധികളുമായും പ്രധാനമന്ത്രി കാഴ്ചപ്പാടുകൾ പങ്കിട്ടു. നിരവധി ലോക നേതാക്കളുമായി അദ്ദേഹം ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. G7 ഉച്ചകോടിയിലെ പ്രധാനമന്ത്രിയുടെ പങ്കാളിത്തം ആഗോള ഭൗമ രാഷ്ട്രീയത്തിൽ ഇന്ത്യക്കുള്ള നിർണായക സ്വാധീനത്തെയാണ് വ്യക്തമാക്കുന്നത്. ലോകത്തിലെ മുൻനിര സാമ്പത്തിക ശക്തി, ഇൻഡോ പസഫിക് മേഖലയിലെ തന്ത്രപരമായ സാന്നിധ്യം എന്നീ നിലകളിൽ ഇന്ത്യ G7 കൂട്ടായ്മയ്ക്ക് ഏറെ പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം അത്യാധുനിക സാങ്കേതിക വിദ്യകൾ സ്വന്തമാക്കാനും മറ്റു രാജ്യങ്ങളുമായുള്ള തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാനും ഉച്ചകോടി ഇന്ത്യക്ക് വലിയ അവസരമൊരുക്കി. ഔദ്യോഗിക സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ ജൂൺ 14 ഫ്രാൻസിലെ നീസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. ഈ വർഷം ആദ്യം പ്രത്യേക ആഗോള തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് ഉയർത്തപ്പെട്ട ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ പുരോഗതി നേതാക്കൾ വിലയിരുത്തി. വിവിധ മേഖലകളിലെ ഉഭയകക്ഷി പ്രതിരോധ സഹകരണം മികച്ച രീതിയിൽ മുന്നേറുന്നതിൽ അവർ സംതൃപ്തി രേഖപ്പെടുത്തി. പ്രതിരോധ പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു. ബഹിരാകാശ മേഖലയിലെ ദീർഘകാല പാരമ്പര്യം ഓർമ്മിപ്പിച്ച നേതാക്കൾ മനുഷ്യന്റെ ബഹിരാകാശ യാത്ര, ബഹിരാകാശ സുരക്ഷാ അവബോധം എന്നിവയിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് ചർച്ച നടത്തി. സിവിൽ ആണവോർജ രംഗത്ത് ഇന്ത്യയുടെ ശാന്തി നിയമം പ്രകാരം ചെറുകിട ആണവ റിയാക്ടറുകളുടെ വികസനത്തിലും ഫ്രാൻസ് സഹകരിക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തത്തിന് ദീർഘകാല ദിശാബോധം നൽകുന്നതിനായി ഇന്നൊവേഷൻ റോഡ് മാപ്പ് 2030 ഇന്ത്യയും ഫ്രാൻസും അംഗീകരിച്ചു. ഫ്രാൻസ് ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളിലെ പ്രമുഖ സ്റ്റാർട്ടപ്പുകളെ കോർത്തിണക്കുന്ന ഭാരത് ഇന്നൊവേറ്റേഴ്സ് പ്രദർശനം ഇരു നേതാക്കളും സംയുക്തമായി ഉദ്ഘാടനം ചെയ്തു. സാങ്കേതിക
സാങ്കേതികവിദ്യയും നവീനാശയങ്ങളും യുവാക്കളുടെ ആഗ്രഹങ്ങളും മുൻനിർത്തി ആഗോള വെല്ലുവിളികൾക്ക് പരിഹാരം കാണുന്ന രാജ്യമായി ഇന്ത്യ വളരുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ലോകരാജ്യങ്ങൾ പരസ്പരം വ്യാപാരത്തിലും തന്ത്രപരമായ പങ്കാളിത്തത്തിലും ഏർപ്പെടാറുണ്ടെങ്കിലും ഇത്തരം താൽപര്യങ്ങൾക്കപ്പുറം സമാന കാഴ്ചപ്പാടിൽ കെട്ടിപ്പടുത്ത ബന്ധങ്ങൾ വിരളമാണ്. ഇന്ത്യ ഫ്രാൻസ് സൗഹൃദം അത്തരത്തിലുള്ള ഒന്നാണെന്ന് നരേന്ദ്രമോദി വ്യക്തമാക്കി. ഇന്ത്യ ഫ്രാൻസ് ഇന്നൊവേഷൻ വർഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഈ പരിപാടി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാങ്കേതിക നവീന പങ്കാളിത്തത്തിന് പുതിയ ഊർജ്ജമേകും. ആഗോള സാങ്കേതിക രംഗത്ത് ഇന്ത്യ കൈവരിക്കുന്ന പുരോഗതിയെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പ്രശംസിച്ചു. ചന്ദ്രയാൻ 3 പേടകം വിജയകരമായി ചന്ദ്രനിലിറങ്ങിയത് ഇന്ത്യയുടെ സാങ്കേതിക വൈദഗ്ധ്യത്തിന്റെ ദൃഷ്ടാന്തമാണ്. ഇന്ത്യയെ ഒരു മുൻനിര നവീകരണ ശക്തിയായി വിശേഷിപ്പിച്ച അദ്ദേഹം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തമാക്കുമെന്നും ഉറപ്പു നൽകി. ഇന്ത്യയുടെ ഡീപ് ടെക് നൂതനാശയ മികവ് ആഗോളതലത്തിലെത്തിക്കാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ഒരുക്കിയ പദ്ധതിയാണ് ഭാരത് ഇന്നൊവേറ്റേഴ്സ് 2026. സെമി കണ്ടക്ടർ, ബഹിരാകാശ സാങ്കേതികവിദ്യ, ബയോടെക്നോളജി ഉൾപ്പെടെ 13 പ്രധാന മേഖലകളിൽ നിന്നുള്ള 120 ഇന്ത്യൻ നൂതനാശയക്കാരും 15 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇതിൽ പങ്കെടുത്തു. ഇവരെ ആഗോള വിപണിയുമായി ബന്ധിപ്പിക്കാൻ 500-ലധികം പ്രമുഖ നിക്ഷേപകരും കോർപ്പറേറ്റ് സിഇഒമാരും 3 ദിവസത്തെ പരിപാടിയുടെ ഭാഗമായി. ഭൗമ നിരീക്ഷണം, ഗ്രഹപര്യവേക്ഷണം, വിക്ഷേപണ വാഹന സാങ്കേതികവിദ്യ, സമുദ്ര നിരീക്ഷണം, മനുഷ്യന്റെ ബഹിരാകാശ യാത്ര എന്നിവയിൽ ISROയും ഫ്രാൻസിന്റെ CNESഉം സഹകരണം തുടരും. ഇരു രാജ്യങ്ങളും സംയുക്തമായി വികസിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭൗമ നിരീക്ഷണ ദൌത്യങ്ങളിലൊന്നാണ് തൃഷ്ണ. പ്രകൃതി വിഭവങ്ങൾ കൃത്യമായി വിലയിരുത്താൻ ശേഷിയുള്ള ഒരു തെർമൽ ഇൻഫ്രാറെഡ് ഇമേജിംഗ് ഉപഗ്രഹമാണിത്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതങ്ങൾ വിലയിരുത്തുക, ജലസ്രോതസ്സുകൾ നിരീക്ഷിക്കുക, കാർഷിക ഉൽപാദനക്ഷമത മെച്ചപ്പെടുത്തുക എന്നിവയാണ് ഈ അത്യാധുനിക ദൌത്യത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഉഭയകക്ഷി ബന്ധങ്ങളിൽ പുതിയ അധ്യായം രചിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചരിത്രപരമായ സ്ലോവാക്യ സന്ദർശനം. സ്ലോവാക് റിപ്പബ്ലിക് പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുടെ പ്രത്യേക ക്ഷണപ്രകാരമാണ് നരേന്ദ്രമോദി ജൂൺ 14 മുതൽ 16 വരെ സ്ലോവാക്യയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തിയത്. സ്ലോവാക്യ 1993 സ്വാതന്ത്ര്യം നേടിയ ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ആ രാജ്യം സന്ദർശിക്കുന്നത് ഇതാദ്യമായാണെന്ന പ്രത്യേകതയും ഇതിനുണ്ട്. വ്യവസായം, ഓട്ടോമൊബൈൽ നിർമ്മാണം, അത്യാധുനിക സാങ്കേതിക വിദ്യകൾ, വ്യാപാരം, നിക്ഷേപം, റെയിൽവേ, വിദ്യാഭ്യാസം എന്നീ മേഖലകളിലെ പുതിയ സാധ്യതകൾ സന്ദർശനത്തിൽ വിലയിരുത്തി. ചരിത്രത്തിലെ ഏറ്റവും മികച്ച വ്യാപാര കരാറുകളിലൊന്നാണ് ഇന്ത്യ EU സ്വതന്ത്ര വ്യാപാര കരാറെന്ന് സ്ലോവാക് പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോ അഭിപ്രായപ്പെട്ടു. സാങ്കേതിക വിദ്യയിലും നവീകരണത്തിലും പല വികസിത രാജ്യങ്ങളെയും മറികടന്ന് ഇന്ത്യ ഇന്ന് ആഗോള ശക്തിയായി മാറി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ നരേന്ദ്രമോദിയെ സ്ലോവാക് പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ഐക്യരാഷ്ട്ര സുരക്ഷാ കൌൺസിലിൽ ഇന്ത്യക്ക് സ്ഥിരാംഗത്വം നൽകണമെന്ന ആവശ്യത്തെ ഫിക്കോ ശക്തമായി പിന്തുണച്ചു. ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവച്ച ധാരണാപത്രം സഹകരണത്തിന്റെ പുതിയ വാതിലുകൾ തുറക്കുമെന്ന് നരേന്ദ്രമോദി അറിയിച്ചു. നിർമ്മിത ബുദ്ധി വിഷയമാക്കി സ്ലോവാക്യൻ സർവകലാശാലയിൽ ഇന്ത്യ ചെയർ നിലവിൽ വരികയാണ്. ഡിജിറ്റൽ സാങ്കേതിക വിദ്യ, പ്രതിരോധ മേഖല, സൈബർ സുരക്ഷ, ശാസ്ത്ര ഗവേഷണം, മൊബിലിറ്റി, കുടിയേറ്റം, പുത്തൻ സാങ്കേതിക വിദ്യകൾ എന്നിവയുമായി ബന്ധപ്പെട്ട 11 കരാറുകൾ യാഥാർത്ഥ്യമാക്കാൻ ഈ സന്ദർശനത്തിലൂടെ സാധിച്ചു. പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനിയുമായും നരേന്ദ്രമോദി ചർച്ചകൾ നടത്തി. സ്ലോവാക്യയുടെ പരമോന്നത ബഹുമതിയായ ദി ഓർഡർ ഓഫ് ദി വൈറ്റ് ഡബിൾ ക്രോസ് ഫസ്റ്റ് ക്ലാസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. യൂറോപ്പിലെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് സാങ്കേതിക വിദ്യ മേളയായ വിവാടെക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. പാരീസ് സന്ദർശനത്തിന്റെ ഭാഗമായാണ് അദ്ദേഹം സാങ്കേതിക ലോകത്തെ ഈ വൻകിട വേദിയിലെത്തിയത്. ആഗോള സാങ്കേതിക വിദഗ്ധരും സ്റ്റാർട്ടപ്പുകളും അണിനിരന്ന വിവാടെക് വേദിയിൽ ഇന്ത്യയുടെ ഡിജിറ്റൽ സാങ്കേതിക പുരോഗതികൾ ചർച്ചയായി. ഉൽപാദനം, നിർമ്മിത ബുദ്ധി, സമുദ്ര അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയ്ക്ക് മുൻഗണന നൽകി പ്രധാനമന്ത്രി പ്രമുഖ ഫ്രഞ്ച് വ്യവസായികളുമായി ആശയവിനിമയം നടത്തി. പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഫ്രാൻസ്, സ്ലോവാക്യ എന്നീ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കാൻ വഴിതെളിച്ചു. G7 രാജ്യങ്ങളുമായുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിനൊപ്പം നവീകരണം, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ, സംരംഭകത്വം എന്നിവയിലെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും ഇത് വഴിയൊരുക്കി. യൂറോപ്പിലെ പ്രമുഖ ശക്തികളുമായുള്ള ഈ പങ്കാളിത്തം ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് വേഗത കൂട്ടുക മാത്രമല്ല ആഗോളതലത്തിൽ രാജ്യത്തിന്റെ പദവിയും സ്വാധീനവും കൂടുതൽ ശക്തമാക്കാൻ സഹായിക്കുകയും ചെയ്യും. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. ഇന്ത്യ യൂറോപ്പ്, ഇന്ത്യ US ബന്ധങ്ങൾക്ക് പുതുമാനം നൽകി പ്രധാനമന്ത്രിയുടെ ദ്വിരാഷ്ട്ര സന്ദർശനം.